അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ഇതൊരു സ്റ്റേറ്റ് മ്യൂസിയം എന്ന് തന്നെ പറയാം. കേരളത്തിൽ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ വേഷവിധാനങ്ങളുടെ മാതൃകയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലയാണ് മറ്റേ തൃശ്ശൂർ മൃഗശാല. അവിടെ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ എപ്പിസോഡിൽ നമ്മൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം വിനോദസഞ്ചാരികളും ഗവേഷകരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പഠനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് അവരുടെ ജീവിതങ്ങളിൽ കലാരൂപങ്ങൾ ഒത്തിരി സ്വാധീനിച്ചിരുന്നു. അതിലെ ചില കാര്യങ്ങളാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഫേസസ് ഓഫ് മാസ്ക് ഇൻ കഥകളിയിലെ വിവിധ മാസ്കുകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. തബല, ചെണ്ട, മൃദംഗം, ശ്രുതി, അതേപോലെ കുറുങ്കുഴൽ, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഒരു മാതൃശേഖരത്തിൽ ഇങ്ങനെ കളക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഇലത്താളം, കുഴിത്താളം, അതേപോലെ സ്വരഭാത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൽ ഉപകരണങ്ങൾ, അതൊരു വിശദമായി പഠിക്കാൻ പറ്റിയ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റിയ ഒരു മ്യൂസിയമാണ് ഇവിടെ. പ്രത്യേകം സന്ദർശിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. അന്തുണി തുടങ്ങിയ വാദ്യോപകരണങ്ങളും അന്ന് ഉപയോഗിച്ചിരുന്ന വലിയ ചെമ്പുപാത്രങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. പ്രവേശന കവാടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെയാണ് മൾട്ടിപർപ്പസ് മ്യൂസിയം. ഇവിടെ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് തിമിംഗലത്തിൻ്റെ 2 അസ്ഥികളാണ്. ആ അസ്ഥികൾ 2 ഭാഗത്തും ഇങ്ങനെ കാണാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ആകർഷണം ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറയുന്ന ആനയുടെ അസ്ഥികൂടമാണ്. ദ സ്കെൽട്ടൺ ഓഫ് ദി എലിഫൻറ്റ്. ആ ആന ചത്തപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വലിയൊരു അസ്ഥികൂടവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് മൃഗങ്ങളുടെ ഒരു ഹിസ്റ്ററിയാണ്. ഈ മൃഗശാലയിലുണ്ടായിരുന്ന ജീവികളെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ അതിൻ്റെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ്. ഒറിജിനൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സ്റ്റഫ് ചെയ്തെടുത്ത, ഇവിടെ നിലനിന്നിരുന്ന ജീവിച്ചിരുന്ന ഇപ്പോൾ മൺമറഞ്ഞു പോയ മൃഗങ്ങളുടെ ആ ഒരു രൂപങ്ങളെല്ലാം ഹിസ്റ്ററി ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി കാണുന്നത് തിമിംഗലത്തിൻ്റെയൊക്കെ സ്പെസിമെനാണ്. അതായത് നീലത്തിമിംഗലവും ബ്ലൂ വെയിലിൻ്റെയൊക്കെ അസ്ഥികൂടവും ഇല്ലാത്ത ദിനോസർ എന്ന് നമ്മൾ പറയപ്പെടുന്ന അതിൻ്റെയൊക്കെ സ്കെൽട്ടണും ഒക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കടലിനടിയിൽ വരുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കാര്യങ്ങളും അവിടുത്തെ ചെടികൾ കാര്യങ്ങളൊക്കെ ഇല്ല, അങ്ങനെയുള്ള ഇതെല്ലാം ഓരോ ഈ ഗ്ലാസ്സിനകത്ത് നമുക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലതരം പാമ്പുകൾ, അതായത് കരയിലുള്ള പച്ചിലപ്പാമ്പ്, അതേപോലെയുള്ള ചെറിയ കാണാൻ രസമുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. വിഷം കൂടിയതുകൊണ്ട് അങ്ങനെയുള്ള അതെല്ലാം ജാറിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അതെല്ലാം ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാം. ചില ഗ്ലാസ്സൊക്കെ മങ്ങിയതിനാൽ നമുക്ക് അത്ര കൃത്യമായിട്ട് കാണണമെന്നില്ല, എങ്കിലും അത്യാവശ്യം ആ വെട്ടത്തിന് അനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടലാമകൾ, അതേപോലെ ആമ, പിന്നെ പാമ്പിൻ്റെ തന്നെ സ്കെൽട്ടൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. രാജവമ്പാല, അതൊക്കെ വിവിധ കെമിക്കലുകളിലൊക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം വളരെ റിയൽ ആയിട്ടുള്ള കാര്യത്തിൻ്റെ സ്റ്റഫ് ചെയ്തെടുത്ത രൂപങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ താഴെ മേളിലുമൊക്കെ ആയിട്ട് കാണാൻ ഒരുപാടുണ്ട്. നമുക്കെല്ലാം അറിയാം, വേൾഡ് ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ആണ് ഡോക്ടർ സലീം അലി, പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രീഷ്യസ് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്, ഡൊണേറ്റഡ് ബൈ. അപ്പോൾ അങ്ങനെയുള്ള പക്ഷികളുടെ സ്പെസിമെൻസും കാണാം നമുക്കിവിടെ. അഗ്രികൾച്ചറിലും ജിയോളജിക്കലും ഒക്കെ ആയിട്ടുള്ള സ്പെസിമെൻസിന് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പല വെപ്പൺസ് ഉണ്ട്. ഉറയിലിട്ട വാളുകളായിക്കോട്ടെ, തോക്കുകളായിക്കോട്ടെ, അന്നത്തെ രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ വെപ്പൺസാണ് നമ്മളിപ്പം ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ ഒരു വിപുലമായ പ്രദർശന മേള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നമുക്കെപ്പോൾ വന്നാലും കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ക്രൗഡ് പുള്ളർ ചെങ്ങല്ലൂർ രംഗനാഥൻ്റെ അസ്ഥികൂടമാണ്. ആനയുടെ അസ്ഥികൂടം തന്നെയാണ്. അതിന് പുറമെ ഇവിടെ കടുവയും സിംഹവും ഇവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ജീവികളുടെ ഒരു ഹിസ്റ്ററി കാണുന്ന, അതിൻ്റെ നേരത്തെ കണ്ട ബാക്കി ഭാഗങ്ങളാണ് ഇനി വരുന്നത്. കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന കലാരൂപങ്ങളുടെ വേഷപ്പകർച്ച കെട്ടിയാടിയ വേഷങ്ങളുടെ മാതൃകയാണ് ഇത്. ഭീമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതേപോലെ തന്നെ നമ്മുടെ കഥകളിയിലും ഒക്കെ നിറഞ്ഞാടിയ പല വേഷങ്ങളും അതിൻ്റെ ഗാലറിയുമാണ് ആ കാണുന്നത്. പുതിയ തലമുറയ്ക്കാകട്ടെ ഗവേഷകർക്കാകട്ടെ ഒത്തിരി കണ്ടു പഠിക്കുവാനും അതിൽ നിന്നും മനസ്സിലാക്കുവാനുമുള്ള ഒരു ഗാലറി കൂടിയാണിത്. പല ഭാഗങ്ങളിലുമുള്ള തെയ്യം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന
കലാരൂപങ്ങൾ, തനത് പാരമ്പര്യ കലാരൂപങ്ങളുടെയൊക്കെ മാതൃകകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒത്തുചേർന്ന് കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ് മൾട്ടിപർപ്പസ് മ്യൂസിയം. എല്ലാ കാര്യങ്ങളും വരും. പിന്നെ അതേപോലെ പഴയ മേനാവ്, ചുമന്നുകൊണ്ട് പോകുന്ന പല്ലക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഴയ കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുവാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ്. കണ്ടാൽ പേടി വരുന്ന ഒരു രൂപമാണ്. ശൂരൻ്റെ ശിരസ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പഴയ സാമൂതിരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തലപ്പാവും കോട്ടും ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, അവർക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ അന്ന് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കോംബോ. പിന്നെ ഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടിയുമൊക്കെ സന്നാഹങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അവരുടെ ഒരു ടൂൾസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. വാളും പരിചയും, അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിന് സംരക്ഷണം നൽകുന്ന അന്നത്തെ ഹെൽമെറ്റ്, അത് ഇരുമ്പിൻ്റെയൊക്കെ രീതിയിൽ വരുന്ന നല്ല പടച്ചട്ടകളും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അത് അതേപടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വെട്ടുകത്തി മുതൽ അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ തന്നെ കാണുമ്പോൾ അറിയാം ആ രൂപവൈഭവവും കാര്യങ്ങളുമൊക്കെ. അന്ന് അവർ അതിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമുക്കത്രയും ആ കരവിരുത് ആ ഒരു രീതിയിലൊന്നും പണിയാനായിട്ടുള്ള ആളുകൾ ഇന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൃഷ്ടി വൈഭവവും എടുത്തു പറയേണ്ടതാണ്. ആ ഗാലറിയാണ് നമ്മൾ കാണുന്നത്. ഉപയോഗിച്ചിരുന്ന അന്നത്തെ തോണികളും വഞ്ചികളും ബോട്ടിൻ്റെയൊക്കെ മാതൃകകളുണ്ട്. അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിൻ്റെ ഒരു പഴയ മോഡൽ. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് വരുന്ന രൂപഭംഗിയും കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മൾ മോഡേണായിട്ട് കാണുന്നതിലും എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതാണ് തുടക്കം കുറിച്ചതെന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോന്നിൻ്റെയും പണിഭാഷയും കാര്യങ്ങളും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും കണ്ടു പോവുക, അല്ലെങ്കിൽ ഉപകരണം അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് എന്നൊക്കെ ഉള്ളതിലുപരി ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഷ വളരെ വ്യക്തമാണ്. ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അന്ന് അത് ആ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു രൂപപ്പെട്ടതെന്നതിൻ്റെ ഒരു തുടക്കം, അത് നമ്മളൊന്ന് മനസ്സിലാക്കുവാനും ഒക്കെ ചിന്തിക്കുവാനും വേണ്ടിയുള്ള ഗാലറി കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു മൾട്ടി ആണെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. കടലിനടിയിൽ കാണുന്ന പല വസ്തുക്കളുമാണ് ഈ പ്രദർശനത്തിലുള്ളത്. അതിൽ നീരാളി മുതൽ ജലത്തിന് അടിയിൽ, കടലിൻ്റെ അടിയിൽ വരുന്ന ആ വൈഭവങ്ങൾ, ജലസസ്യങ്ങളും അതേപോലെ തന്നെയുള്ള കടലില്ലി, കടൽ കുതിര, ചെറിയ ശംഖ് മുതൽ അങ്ങോട്ട് തുടങ്ങി കടൽപ്പാമ്പ്, അങ്ങനെയെല്ലാം ഇതൊക്കെ പ്രത്യേക ദ്രവത്തിൻ്റെ അകത്ത് ഇട്ട് വച്ചിരിക്കുന്ന, അത് വർഷങ്ങളോളം നമുക്ക് കാണാൻ പറ്റുന്ന, ഇനി വരുന്ന തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഒറിജിനൽ തന്നെ പല കെമിക്കലിൻ്റെ അകത്ത് അവർ ഇട്ട് വെച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഒരു ജയൻ്റ് ഒക്ടോപ്പസ് ആണ് അത്. കണ്ടു ഇച്ചിരി ഭീകരമായിട്ടുള്ളത് നീരാളി. അതേപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം പറയാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്ന ആ സൂവിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും കൂടുതൽ മ്യൂസിയത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാണാനായിട്ട് ഒരുപാട് 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരുന്ന് കാണാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. വേരിൽ തീർത്തിരിക്കുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ് അത്. നല്ലൊരു ശില്പം, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഒരു ഫർണിഷിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല കേട്ടോ, ഇനി അങ്ങോട്ട് കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 1-2-4 മണിക്കൂർ എടുത്താൽ വിശദമായിട്ട് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 രൂപ ടിക്കറ്റ് നിരക്ക് വരുന്നുള്ളൂ. ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള കല്ലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഓരോ ഖനിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ വ്യത്യസ്ത തരം കല്ലുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ രസമാണ്. ഇങ്ങനെ കണ്ടു നടക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ഗാലറിയാണ്. അന്ന് സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന സാധാ വള്ളം മുതൽ ചെറിയ ബോട്ട്, അതായത് സാമൂതിരി പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ ഇച്ചിരി ഉന്നത ആൾക്കാർ സഞ്ചരിച്ചിരുന്ന ബോട്ടും കാര്യങ്ങളിലും ഒക്കെ മാതൃക നമ്മൾ കണ്ടു. പിന്നെ ഉള്ളത് അന്നത്തെ നമ്മുടെ കിണറ്റിൽ നിന്നും വെള്ളം കോരുവാനുള്ള കപ്പിയും കാര്യങ്ങളും, അതേപോലെ നമ്മൾ ചർക്ക, നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് രാജ്യം യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന യുദ്ധക്കപ്പലുകൾ, ബോംബർ വിമാനങ്ങൾ, അതേപോലെ പീരങ്കിയും നമ്മുടെ ടാങ്കറുകളും ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യമായിട്ട് വന്നോ അതിൻ്റെ ഒരു മാതൃശേഖരവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഗാലറി. അതുമൊക്കെ ഈ ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കുവാൻ
വളരെ നല്ല രീതിയിൽ ഒരു സാഹചര്യം ഒരുക്കി തരുന്ന ഗാലറി എന്ന് എടുത്തു പറയേണ്ടതാണ്. വേറെ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രദർശന വസ്തുക്കൾ ഇവിടെയുണ്ട്. ഡച്ച് മാതൃകയിലുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഇന്ന് പണിത പോലെ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അന്ന് തടിയാണ് ഫുള്ള്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഡിസൈനും പെയിൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡച്ച് മാതൃക. അത് നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ പർവ്വതങ്ങളിലും മറ്റുമൊക്കെ കിട്ടുന്ന ധാതുക്കളും കാര്യങ്ങളും ഒക്കെയാണ്, ശിലകളും കല്ലുകളും ഒക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ഒരു നല്ല മ്യൂസിയമാണ് തൃശ്ശൂരിലെ ഈ ഒരു സ്റ്റേറ്റ് മ്യൂസിയം. അപ്പം വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് എത്താവുന്ന പ്രതീക്ഷയോടെ ഷഹാസ് സൈൻ ഓഫ്.